അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്ത് ചിന്തയ്ക്കായി ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 11-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം നമുക്ക് വായിക്കാം. അവൻ എന്നോട്, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലെ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കുക. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നാം കേട്ടത്. ദൈവത്തിൻ്റെ പ്രിയ പുരുഷനായ ദാനിയേൽ എന്നാണ് ദാനിയേലിനെ വിളിക്കുന്നത്. ഈ ദാനിയേലിനെ കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാം. ഒന്നാമതായി, അവൻ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് നോക്കാം. യഹൂദ ബാലനായ ദാനിയേലിനെ നെബൂഖദ്നേസർ രാജാവ് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഉദ്ദേശം 17-18 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അവൻ രാജകുടുംബത്തിലുള്ളവനായിരുന്നു. അവൻ സുന്ദരനും സംസ്കാരമുള്ളവനും ജ്ഞാനിയുമായിരുന്നുവെന്ന് ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ യോഗ്യതകൾ ഉള്ളതുകൊണ്ട് രാജാവ് അവനെ രാജകൊട്ടാരത്തിൽ ജോലി ചെയ്യുന്നതിനായി 3 വർഷത്തെ പരിശീലന കോഴ്സിനെ തിരഞ്ഞെടുത്തു. അവൻ ജാതികളുടെ ഇടയിൽ ഒരു യഹൂദനായിരുന്നു. അവിശ്വാസികളുടെ ഇടയിൽ ഒരു നല്ല വിശ്വാസിയായിരുന്നു. ദൈവത്തിന് ദാനിയേലിനെ ഉപയോഗിച്ച് 70 വർഷം മുതൽ 80 വർഷം വരെ വലിയ പ്രവൃത്തി ചെയ്യിക്കുവാൻ ഉണ്ടായിരുന്നു. യെരുശലേമിൽ നിന്നും ഉദ്ദേശം 2700 കിലോമീറ്റർ അകലെയുള്ള ബാബിലോൺ യാത്ര ദാനിയേലിന് വളരെ ദുർഘടം പിടിച്ചതായിരുന്നു. രണ്ടാമതായി, ദാനിയേൽ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. രുചികരമായ രാജാവിൻ്റെ ആഹാരവും വീഞ്ഞും ആരും മോഹിച്ചു പോകും. ദാനിയേലിനത് ഫ്രീ ആയി ലഭിക്കും. ആ ഭക്ഷണം കഴിച്ചാൽ ദാനിയേലിനെ സംബന്ധിച്ച് പ്രയാസമാണ്. കാരണം ന്യായപ്രമാണം അംഗീകരിക്കാത്ത ഭക്ഷണപാനീയമാണ് അവിടെ വിളമ്പുന്നത്. ബാബേൽ സാമ്രാജ്യത്തെക്കുറിച്ച് പഠിച്ചാൽ അവരുടെ ആരാധന ബാലിനെയാണെന്ന് മനസ്സിലാക്കാം. മന്ത്രവാദികളും ആഭിചാരകന്മാരും നിറഞ്ഞതാണ് നെബൂഖദ്നേസർ രാജാവിൻ്റെ കൊട്ടാരം. ന്യായമായും സാത്താന് സമർപ്പിക്കുന്ന ഭക്ഷണമായിരിക്കും രാജഭോജനവും രാജവീഞ്ഞും. തന്നെയുമല്ല, ബാബേലിലുള്ളവർക്ക് പന്നിയും കുതിരയും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. ദാനിയേൽ ഇതെല്ലാം വെറുക്കുന്നു. അവനൊരു വെജിറ്റേറിയനായി മാറി എന്ന് വേണം ചിന്തിക്കുവാൻ. ഭക്ഷണ നിമിത്തം ദൈവത്തോട് പാപം ചെയ്യുവാൻ ഇടവരരുത് എന്ന് അവൻ ചിന്തിച്ചു. ചെറിയ ഒരു കാര്യമാണ് ഭക്ഷണമെങ്കിലും ആ ചെറിയ കാര്യത്തിൽ പോലും തെറ്റ് സംഭവിക്കാതിരിപ്പാൻ മറ്റു വ്യക്തികളിൽ നിന്നും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വേർപാട് അനുഷ്ഠിക്കുവാനും അവൻ തീരുമാനിച്ചു. മൂന്നാമതായി, ദാനിയേൽ തിരഞ്ഞെടുത്ത തൻ്റെ കൂട്ടുകാർ. തൻ്റെ മനോഭാവം പോലെ ദൈവത്തെ ഭയമുള്ള 3 കൂട്ടുകാരെ ദാനിയേലിന് ലഭിച്ചു. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവരാണവർ. ദൈവത്തിന് വേണ്ടി എരിവോടെ നിൽക്കുന്ന കൂട്ടുകാരല്ല നമ്മുടെ കൂട്ടുകാരെങ്കിൽ ഒരു ദിവസം നാമും പാപത്തിൽ വീഴുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ കൂട്ടുകാർ എങ്ങനെയുള്ളവരാണോ അങ്ങനെയുള്ളവരാകാനേ നമുക്കും കഴിയുകയുള്ളൂ. നാം നല്ലൊരു കൂട്ടുകാരനായി തീരണം. ദൈവഭയം ഉള്ള കൂട്ടുകാരെ കണ്ടെത്തുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും ദാനിയേലിന് നല്ല കൂട്ടുകാരെ ദൈവം കൊടുത്തു. കാരണം ദാനിയേൽ നല്ലൊരു കൂട്ടുകാരനായിരുന്നു, ദൈവഭയം ഉള്ളവനായിരുന്നു. നാലാമതായി, ദാനിയേൽ ഒരു നല്ല കൂട്ടുകാരനെ കണ്ടെത്തി. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ നാം ശ്രമിച്ചാൽ നമ്മെ സഹായിക്കുന്നതിനായി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. സാമ്പത്തിക സഹായത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പിന്നെയോ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ ആവശ്യമായ സഹായവുമായി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. ഷണ്ഡാധിപൻ ഒരു വിശ്വാസിയായിരുന്നില്ല, യഹൂദനായിരുന്നില്ല. എങ്കിലും അദ്ദേഹത്തെ ദാനിയേലിൻ്റെ സഹായിയാക്കി ദൈവം മാറ്റി. ഒരുവൻ്റെ വഴിയിൽ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു എന്ന് സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അഞ്ചാമതായി, അവൻ്റെ ധൈര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. രാജഭോജനവും വീഞ്ഞും മാറ്റി പച്ചക്കറിയും പച്ചവെള്ളവും ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞപ്പോൾ അധികാരി പറഞ്ഞത് അത് നടക്കുകയില്ല എന്നാണ്. എന്നാൽ ദാനിയേൽ പറയുകയാണ്, 10 ദിവസം അടിയങ്ങളെ ഒന്ന് പരീക്ഷിക്കുവിൻ, അതിനുശേഷം അങ്ങ് തന്നെ തീരുമാനിച്ചു കൊള്ളുക. അത് കേട്ട ഷണ്ഡാധിപൻ അവരുടെ ആവശ്യം നിവർത്തിച്ചു കൊടുത്തു.
10 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ബാലന്മാർ മറ്റുള്ളവരെക്കാൾ കഴിവും സൗന്ദര്യവും പുഷ്ടിയുമുള്ളവരാണെന്ന് ഷണ്ഡാധിപൻ കണ്ടു. ദാനിയേലിന് ഒരു കാര്യത്തിൽ നല്ല ധൈര്യമുണ്ടായിരുന്നു, തൻ്റെ ദൈവം തന്നെ കൈവിടുകയില്ല എന്ന്. ദാനിയേലിൻ്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടു. ദാനിയേൽ തൻ്റെ സാക്ഷ്യം അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. താൻ കർത്താവിൻ്റെ വിശുദ്ധനാണ്, ആകയാൽ എനിക്ക് അശുദ്ധി വരുത്തരുതേ എന്നായിരുന്നുവല്ലോ അവൻ്റെ അപേക്ഷ. അതെ, സാക്ഷ്യമുള്ളവർക്ക് അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന വലിയതായിരിക്കും. എന്നാൽ സാക്ഷ്യമില്ലാത്തവർക്ക് അത് പ്രശ്നമല്ല. ആകയാൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ നല്ല സാക്ഷ്യമുള്ളവരായി നമുക്കും തീരാം. എന്നാൽ ഏത് പ്രതികൂലത്തിലും ദാനിയേലിൻ്റെ ദൈവം നമ്മുടെ രക്ഷയ്ക്കായി എത്തും. ദാനിയേൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവനായിരുന്നു, അതുകൊണ്ട് അവന് സഹായവും ലഭിച്ചു. ആ ദൈവത്തിൽ നമുക്കും വിശുദ്ധിയോടെ ജീവിച്ചുകൊണ്ട് ആശ്രയിക്കാം. 6-മതായി ദാനിയേൽ ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഏത് സാഹചര്യത്തിലും കർത്താവിനായി ജീവിക്കുന്ന ദാനിയേലിനെ ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പച്ചക്കറിയും പച്ചവെള്ളവും കഴിക്കുകയും കുടിക്കുകയും ചെയ്ത ദാനിയേലിനെ ദൈവം സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും ജ്ഞാനികളിലും ശ്രേഷ്ഠരാക്കി തീർത്തു. ദാനിയേലിനെ കുറിച്ചുള്ള പഠനത്തിൽ കൂടി നമുക്കുള്ള സന്ദേശം എന്തെന്നാൽ, ദൈവത്തിനു വേണ്ടി ജീവിക്കാമെന്ന തീരുമാനം എടുത്തവരാണ് നാം, അഥവാ നാം എടുക്കണം. വിശ്വാസികളുടെ ഇടയിൽ നല്ലൊരു വിശ്വാസിയായി നമുക്ക് ജീവിക്കാനാകും. മദ്യം കഴിക്കുന്നവരാണ് മറ്റുള്ളവർ, എന്നാലും അവരുമായി പിണങ്ങാതെ തന്നെ വേർപാട് ആചരിക്കുവാൻ നമുക്ക് കഴിയും. ദാനിയേലിൻ്റെ സാക്ഷ്യം അവൻ ഷണ്ഡാധിപനോട് പറഞ്ഞിട്ടുണ്ട്. താനൊരു വിശുദ്ധനാണ് എന്ന് പറയാതെ തനിക്ക് അശുദ്ധി ഭവിപ്പാനിട വരുത്തരുതെന്ന് പറയുവാൻ കഴിയുകയില്ലല്ലോ. ആകയാൽ നാം എവിടെയായിരുന്നാലും നാം ആരാണെന്ന് പറയുകയും വിശുദ്ധ സ്വഭാവം മാത്രം നമ്മിൽ നിന്നും വെളിപ്പെടുവാൻ ഇടവരുത്തുകയും ചെയ്യണം. സാക്ഷ്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്ന് സാരം. ഭക്ഷണരീതിയെക്കുറിച്ച് നമുക്ക് ഭയപ്പെടാനില്ല. പുതുനിയമത്തിൽ വിഗ്രഹാർപ്പിതം ഒഴിച്ച് മാർക്കറ്റിൽ നിന്നും കിട്ടുന്നതെന്തും സ്തോത്രം ചെയ്ത് കഴിക്കാം എന്ന് ബൈബിൾ നമുക്ക് അനുവാദം തരുന്നുണ്ട്. എന്നാൽ മദ്യവും വീഞ്ഞും നാം കഴിക്കുകയില്ല, അഥവാ കഴിച്ചാൽ നാം പാപത്തിൽ വീഴേണ്ടി വരും. വിലയേറിയ നമ്മുടെ സാക്ഷ്യം എന്ത് വില കൊടുത്തും സൂക്ഷിക്കുക. നമ്മുടെ കൂട്ടുകാർക്ക് നമ്മിൽ സ്വാധീനം ചെലുത്തുവാനുള്ള കഴിവ് വലിയതാണ്. ആകയാൽ നല്ല കൂട്ടുകാരെ മാത്രം തിരഞ്ഞെടുക്കുക. നാമും അതുപോലെ തന്നെ ഒരു വിശുദ്ധ നല്ല കൂട്ടുകാരനായി തീരുക. വഞ്ചകന്മാരെയും ചതിയന്മാരെയും കൂടെ കൂട്ടാതിരിക്കുക. നാം വഞ്ചിക്കുന്നവരും ചതിയന്മാരും ആണെങ്കിൽ നമ്മെ വഞ്ചിക്കുവാനായിട്ട് മറ്റനേകരുണ്ടാകുമെന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ഒരു ദിവസം നാം പെട്ടുപോകാതിരിക്കുവാൻ ചതിയന്മാരും വഞ്ചകന്മാരുമായി കൂട്ടുകൂടാതിരിക്കുന്നതാണ് നല്ലത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടല്ലോ. നല്ല കൂട്ടുകാരെ കണ്ടെത്തണമെങ്കിൽ നമ്മുടെ വഴി നല്ലതാകണം. നാം അശുദ്ധ വഴിയിൽ കൂടി നടന്നാൽ നമുക്ക് നല്ല കൂട്ടുകാരെ കിട്ടുകയില്ല. ഒരുത്തൻ്റെ വഴിയിൽ യഹോവയ്ക്ക് ഇഷ്ടമാകുമ്പോഴാണ് അവരുടെ ശത്രുക്കളെപ്പോലും കർത്താവ് അവനോട് ഇണക്കുന്നത്. ആകയാൽ ദൈവത്തിൻ്റെ സംരക്ഷണമുള്ള നീതിമാന്മാരുടെ വഴി തിരഞ്ഞെടുക്കുക. ദൈവത്തെക്കുറിച്ച് നാം പറയുമ്പോൾ ദാനിയേലിനെ പോലെ ധൈര്യമുണ്ടാകണം. 10 ദിവസം ഞങ്ങളെ ഒന്ന് പരീക്ഷിപ്പിൻ എന്ന് ദാനിയേൽ പറയുമ്പോൾ ദാനിയേലിന് ദൈവത്തിൽ നല്ല ഉറപ്പുണ്ട്. ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നവർക്ക് അങ്ങനെ പറയുവാൻ കഴിയൂ. ആകയാൽ ദൈവത്തോട് നമുക്ക് അവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ചേർന്നിരിക്കാം. ശക്തമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വലിയ പ്രതികൂലങ്ങൾ ഉണ്ടാകുമെന്ന് സാത്താൻ നമ്മെ പേടിപ്പിക്കും. ഓർക്കുക, തിരമാല വരുന്നത് കാണുമ്പോൾ നമ്മെ അത് മുക്കുമെന്ന് തോന്നിയാലും ഒരു തിരമാലയ്ക്കും നമ്മെ മുക്കുവാൻ കഴിയുകയില്ല. അതിനുള്ള കഴിവ് ദൈവം തിരമാലയ്ക്ക് കൊടുത്തിട്ടില്ല. നമ്മെ പേടിപ്പിക്കുവാൻ ഒരു പക്ഷേ തിരമാലകൾക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ ധൈര്യത്തോടെ നാം എടുത്തു ചാടിയാൽ എത്ര ശക്തമായ തിരമാലയും നമ്മുടെ അടിയിലൂടെ മാത്രമേ പോകൂ എന്നും നാം തിരമാലകളുടെ മുകളിലായിരിക്കുമെന്നും മനസ്സിലാക്കണം. നമ്മെ പ്രതികൂലങ്ങളുടെ വെള്ളം എത്ര ഉയർന്നു പൊങ്ങിയാലും ജീവിതപ്പടകാകുന്ന നമ്മുടെ തോണി അതിൻ്റെ മുകളിലായിരിക്കും. കാരണം നമ്മെ ചുമക്കുന്നവൻ സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മെ ചുമക്കുന്നത്. നാം നമുക്ക് വേണ്ടി വിചാരപ്പെടുന്നതിനേക്കാൾ നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു നല്ല കർത്താവ് സ്വർഗത്തിൽ നമുക്കുണ്ട്.
നമുക്ക് വേണ്ടിയുള്ള അവൻ്റെ വിചാരങ്ങൾ വളരെയാകുന്നു. ആകയാൽ ആ ദൈവത്തെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ആശ്രയിക്കുകയും ചെയ്യാം. എന്നാൽ നാമും കർത്താവിൽ നിന്നും ഒരു വിളി കേൾക്കും, ഏറ്റവും പ്രിയ മകനെ മകളെ എന്നായിരിക്കും ആ വിളി. ആ വിളിക്കായി കാതോർത്ത് നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കാം. കർത്താവ് അതിനെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ പാപത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയാതെ വിലപിക്കുന്നെങ്കിൽ അങ്ങ് അവരുടെ രക്ഷയ്ക്കായിട്ട് കടന്നു ചെല്ലണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. പാപത്തെ വെറുത്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പാപം ചെയ്യാതെ ജീവിക്കുവാനൊരു നല്ല മനസ്സ് തരയണമേ. നിർമ്മലമായൊരു ഹൃദയം ഞങ്ങൾക്ക് തന്ന് സഹായിക്കണമേ. സഹോദര സ്നേഹത്താൽ ഞങ്ങളെ വളർത്തണമേ. ദൈവസ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് അങ്ങ് രോഗസൗഖ്യം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.